പ്രവാസ ലോകത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വൈകല്യങ്ങൾ ഉണ്ടെന്നറിഞ്ഞിട്ടും മക്കളെ വിദേശത്തേക്ക് ജോലിക്ക് അയക്കുന്ന രക്ഷിതാക്കൾ എന്തിന്റെ പേരിലാണെങ്കിലും വരാനിരിക്കുന്ന ആപത്തുകൾ മനസ്സിലാക്കി അതിന്റെ ആഴം തിരിച്ചറിഞ്ഞ് മക്കളോട് കരുണ കാണിക്കണം എന്ന അഭ്യർത്ഥനയോടെ ഓർമ്മപ്പെടുത്തലോടെ ഈ ആഴ്ചയിലെ UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകം ഇവിടെ ആരംഭിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇരുവൃക്കകളും തകരാറിലായി ഡയാലിസിസ് ചെയ്യുന്ന കോഴിക്കോട് സ്വദേശി ജിതിന്റെ ചികിത്സാർത്ഥം ഫണ്ട് രൂപീകരിക്കാൻ മാസ ഖത്തർ യോഗം തീരുമാനിച്ചു. സിവിൽ എഞ്ചിനീയറിംഗ് പാസായ ജിതിന്റെ ചികിത്സാർത്ഥം നാട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സജിത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ചികിത്സാ സഹായ കമ്മിറ്റിയുമായി സമാഹരിച്ചുകൊണ്ടാണ് മാസ് ഖത്തർ ഫണ്ട് സ്വരൂപിക്കുന്നത്. വിവരങ്ങൾക്ക് ഈ ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക 55 56 91 15 അല്ലെങ്കിൽ 55 50 61 47. ഇന്ത്യയിലേക്ക് പോകാനായി 146 പേർ ഖത്തർ ഡിപ്പോർട്ടേഷൻ സെന്ററിലുണ്ടെന്ന് ഇന്ത്യൻ അംബാസഡർ സഞ്ജീവ് അറോറ പറഞ്ഞു. നിയമ നടപടികൾ പൂർത്തിയാക്കി ഇവർക്ക് നാട്ടിലേക്ക് പോകാം. ഈ വർഷം ഇതുവരെ 2500-ൽ പരം പരാതികളാണ് എംബസിയിൽ ലഭിച്ചത്. അധികവും തൊഴിൽ തർക്കവുമായി ബന്ധപ്പെട്ടതും മറ്റു പല നിസാര പ്രശ്നങ്ങൾ ഉള്ളവയുമായിരുന്നു. എല്ലാ പരാതികളും എംബസി പരിശോധിക്കുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തതായി അംബാസഡർ പറഞ്ഞു. 1981-ൽ കോഴിക്കോട് വന്ന് സഫിയെ വിവാഹം കഴിച്ച ഒമാനി സ്വദേശിയായ അബ്ദുള്ള ഹമൂദിനെ തേടിയാണ് അദ്ദേഹത്തിന്റെ ഏക മകൾ കൌസറും സഫിയയും ഇന്ന് പ്രവാസ ലോകത്തെ തേടിയെത്തിയിരിക്കുന്നത്. 1986-ലാണ് ഇദ്ദേഹം അവസാനമായി കേരളത്തിലെത്തുന്നത്. മസ്കറ്റിലെ റൂവിയയിൽ മിനിസ്ട്രി ഓഫ് ഇന്റീരിയേഴ്സിൽ ഇദ്ദേഹം ജോലി ചെയ്തിരുന്നതായി ഈ കുടുംബത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് അച്ഛനെക്കുറിച്ച് യാതൊരു ഡീറ്റെയിൽസും തന്നെ മകളായ കൌസറിന് ലഭിക്കുന്നില്ല. കൌസറിനും സഫിയയ്ക്കും അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ എന്താണ് പ്രവാസ ലോകത്തിനോട് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിച്ചറിയാം. ഈ അബ്ദുള്ള ഹമൂദിനെ കൊണ്ടുവന്നതാരാ നിങ്ങളടുത്തേക്ക്? ഇവിടെ മാത്തോടുള്ള ഒരാളെ കൊണ്ടുവന്നു ജോലി ചെയ്യുന്നു. സാധാരണ അങ്ങനെ കോഴിക്കോട് ഒരു സ്വഭാവം ഉണ്ടല്ലോ അല്ലെ, ഇങ്ങനെ അറബികൾ വന്ന് കല്യാണം കഴിച്ചു പോകുന്നത് വളരെ പുരാതനമായിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മളെ മലയാളികളെ കല്യാണം അങ്ങനെ തന്നെ ഉണ്ടായതാണ്. അങ്ങനെ ഉണ്ടായതല്ല, ഇങ്ങനെ കോഴിക്കോടുന്ന് പിന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് ഇയാളെ കൂടെ വന്നതാണ്. അപ്പൊ നിങ്ങളെങ്ങനെ ഇതിൽ വിട്ടുപോയി? ഞാൻ ഇതില് പെട്ടുപോയിട്ട് പറഞ്ഞ് ഇങ്ങനെ ഇഷ്ടപ്പെട്ട പെൺകുട്ടികളെ വിവാഹം കഴിക്കുള്ളൂ. അപ്പോ ഇങ്ങനെ കാണിച്ചു കൊടുത്തതാണ്. ഇങ്ങനെ എനിക്കിഷ്ടല്ലേനു. നിങ്ങൾക്ക് ഇഷ്ടണ്ടായിരുന്നില്ല അന്ന്. പിന്നെ അങ്ങനെ ഇഷ്ടത്തിനൊന്നും എടുക്കൂല. വീട്ടുകാരെന്തുകൊണ്ട് അങ്ങനെ ഒരു വിവാഹത്തിന്? വീട്ടുകാർക്ക് പിന്നെ കൈവില്ലായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട്. 5 പെൺകുട്ടികളായിരുന്നു. 5 പെൺകുട്ടികളെ. അപ്പം പറഞ്ഞു ഒന്ന് കഴിച്ചതായാലും അത്ര ആയില്ലേ. അങ്ങനെ ആലോചിച്ച് ഇപ്പൊ മറ്റുള്ള പെൺകുട്ടികളൊക്കെ കോഴിക്കോടുള്ളവർ തന്നെ. അവരൊക്കെ നന്നായി നല്ല ഭർത്താവ്. അവരൊക്കെ നല്ലതല്ലേ? നിങ്ങളുടെ സ്ഥിതി എന്താ? എന്റെ സ്ഥിതി ഇങ്ങനെ തന്നെ, കഷ്ടപ്പാടിലാണ്. ഞാൻ ജോലിയൊക്കെ ചെയ്തിട്ടാ ജീവിക്കുന്നത്. ഈ ഒരു മകള് മാത്രം? ഈ മകളെ കല്യാണം കഴിച്ചതും പിന്നെ കഷ്ടപ്പെട്ട് എല്ലാരും തന്നിട്ടൊക്കെയാണ് കല്യാണം കഴിച്ചത്. ഭർത്താവ് എവിടെ? മോളെ അബുദാബിയിലാണ്. മോൾക്ക് എത്ര വരെ പഠിച്ചു? ഞാൻ ഡിഗ്രി വരെ പഠിച്ചു. ഈ അബ്ദുള്ള ഹമൂദ് എങ്ങനെയാണ് നിങ്ങളോട് പെരുമാറിയത്? നല്ലതായിരുന്നു. പിന്നെ പൈസ ഒക്കെ അയച്ചു തരും. മോളെ പിന്നെ പഠിപ്പിക്കാൻ ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിക്കാൻ. എത്ര കാലമായി ഇപ്പൊ അദ്ദേഹവുമായിട്ട് യാതൊരു ബന്ധവും? പിന്നെ 12 കൊല്ലായി. ഒടുവിൽ വന്നത് ഏത് കാലത്താണ്? വന്നിട്ട് ഇപ്പൊ കുറച്ച് 4 വയസ്സുള്ളപ്പോ വന്നതാണ്. പിന്നെ കണ്ടിട്ടില്ല. വിവാഹത്തിന് പറഞ്ഞിട്ട് ആൾക്ക് കിട്ടണ്ടേ? ആളെ കിട്ടുന്നില്ല. എങ്ങനെയാണ് ആ ഒരു ബന്ധം അകന്നുപോയത്? അല്ലെങ്കിൽ അകന്നുപോയത് വെച്ചാല് സ്നേഹിതന്റെ വീട്ടിൽ പോയി പിന്നെ വന്നതിന്റെ ശേഷം അങ്ങനെ നല്ലോണം പോലെ പോയതാണ്. പിന്നെ തിരിച്ചു വന്ന് എനിക്ക് കുറച്ച് ഫോട്ടോ ഒക്കെ തന്നീനു. അതൊക്കെ എടുത്ത് എല്ലാം പിന്നെ കൊണ്ടുപോയി ആളെന്നെ മുങ്ങിക്കളഞ്ഞ്. എന്താ പറ്റിയതെന്ന് അവിടെ പോയതാണ് അറിയുന്നത്. നാട്ടില് വന്ന് എല്ലാം അറിഞ്ഞ് ഇനി സെഫിയനെ വേണ്ട, ഞാൻ ഇനി നാട്ടില് വരൂല. പിന്നെ പ്രസവത്തിന് സമയത്താണ് പിന്നെ പൈസ അയച്ചു തരുന്നത്. അതാരോ തെറ്റിദ്ധാരണ ആരോ പറഞ്ഞു കൊടുത്തിട്ടാണ്. ആക്കെന്തോ ഒരിക്കൊക്കെ കുറച്ച് കിട്ടിയാ മതിയല്ലോ.
അങ്ങനെ നല്ല സ്വഭാവത്തില് വന്നതും ചെയ്തതൊക്കെ. നിങ്ങൾ അന്വേഷിച്ചില്ല? പിന്നെ അന്വേഷിച്ച് പിന്നെ ഇവിടെ പ്രസവത്തിന് പൈസ ഒക്കെ അയച്ചെന്ന് ഏത് ആസ്പത്രിയിലായാലും ഞാൻ വേണ്ടിയത്. കല്യാണത്തിന് വന്നില്ല? കല്യാണത്തിന് വന്നില്ല, ചെലവിനൊക്കെ അയച്ചെടുത്തുണ്ടായിരുന്നു. ഇപ്പൊ ഒന്ന് അന്വേഷിക്കുന്നതാണ് നല്ലതെന്നാണ് നല്ലത്. ഇനിയിപ്പോ ജീവിക്കാന് ബുദ്ധിമുട്ട് തോന്നുന്നു. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. ഒരുപാട് ഉപ്പാന്റെ ഫ്രണ്ട് ഉണ്ട് മഹമ്മൂദ് എന്ന് പറഞ്ഞിട്ട്, അവരുടെ അടുത്ത് എന്റെ കല്യാണ സമയത്തെ ഞാൻ പോയിട്ട്, അപ്പൊ അവര് പറഞ്ഞ് പെട്ടെന്ന് കണ്ടുപിടിച്ചേരാ ഫോൺ നമ്പർ ഇട്ട്. അപ്പൊ അവര് അവിടെ ആയിട്ട് പോയിണ്ടായിരുന്നല്ലോ. അപ്പൊ അവര് പറഞ്ഞു ഉപ്പാന്റെ പൊത്താക്കല്ലാതെ എന്താ പറയാ ഫോൺ നമ്പർ ഒന്നും തരൂലെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊന്ന് സംസാരിച്ചാൽ മതി, ഒന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായാലും എന്റെ സൗണ്ട് കേട്ടാ വരും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. എന്നെ ഫോൺ ചെയ്യാറൊക്കെ ഉള്ളതാ, വീട്ടിന്റെ അടുത്തേക്കൊക്കെ വിളിക്കലുണ്ടായിരുന്നു, എന്നോട് സംസാരിക്കലും, എന്നെ കൊണ്ടുപോകാനും വേണ്ടി വരെ നിന്നതാ. മാരേജിന് മുമ്പ് കൊണ്ടുപോകാനും വേണ്ടി നിന്നു. അപ്പൊ ഉമ്മനെ കൊണ്ടുപോകില്ലാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാൻ വരൂലെന്ന് പറഞ്ഞു. ഉമ്മ ഇല്ലാതെ ഞാൻ വരൂലെന്ന് പറഞ്ഞപ്പോഴാണ് ഉപ്പാക്ക് ദേഷ്യം വന്ന്. പിന്നെ അതിന്റെ ശേഷം പിന്നെ ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല. കൊണ്ടുപോകാനൊക്കെ എന്നെ പിന്നെ വിളിച്ചതാണ്. അങ്ങനെ പാസ്പോർട്ട് എടുക്കാൻ പറഞ്ഞു. അപ്പൊ പാസ്പോർട്ട് എടുക്കാൻ പറഞ്ഞപ്പം പറഞ്ഞ് ഈ പിന്നെ റിക്വസ്റ്റ് ഫോർ ഇല്ലാതെ പാസ്പോർട്ട് തരൂലെന്ന്. അങ്ങനെയാണ് ഈ പോക്ക് ക്യാൻസലായത്. പിന്നെ വയറ്റിലായതിന്റെ ദിവസം പിന്നെ അത് നിന്നുപോയി. കൊണ്ടുപോകാനൊക്കെ പോയത് നല്ല മനുഷ്യനേനു. നമ്മളൊന്നും കൂടി ശ്രമിച്ചു നോക്കുക അല്ലേ? ഒന്ന് കണ്ടുപിടിച്ച് തന്ന വലിയ ഉപകാരം. എനിക്ക് കണ്ടില്ല, എന്നോടൊന്ന് എനിക്ക് ഫോൺ നമ്പർ ഇട്ടൊന്ന് സംസാരിച്ചാൽ മതി. സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ ചെയ്യൊക്കെ ചെയ്യും അത് അവിടുന്ന് ഗൾഫിന്ന്. പ്രവാസ ലോകം ഒമാനിലെ പ്രവർത്തകരോടാണ്. നമ്മളിതിനു മുമ്പ് ഒരു ഒമാനി കോഴിക്കോട് വന്ന് വിവാഹം ചെയ്തതിന്റെ ഒരു കഥ നമ്മൾ മുമ്പ് പ്രക്ഷേപണം ചെയ്തു. ഇത് രണ്ടാമത്തെ ഇതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. അബ്ദുള്ള ഹമൂദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം മിനിസ്ട്രി ഓഫ് ഇന്റീരിയർ റൂവിയിൽ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. 12 വർഷമായിട്ട് ഒരു അടുപ്പോ ഒരു ഫോൺ വിളിയോ ഇല്ല. അതിനു മുമ്പ് വളരെ നല്ല രീതിയിൽ പെരുമാറുകയും ഇവരോട് സൗഹൃദം കാണിക്കുകയും നല്ല ഭർത്താവ് എന്ന സർട്ടിഫിക്കറ്റ് അവർ നൽകുന്നുണ്ട്. അവർ തന്നെ പറയുന്നു, ആദ്യം അവർക്ക് ഇഷ്ടമില്ലാതെയാണ് സഫിയ വിവാഹത്തിന് തയ്യാറായത്. പിന്നീട് വിവാഹം കഴിച്ചപ്പോൾ ഒരു ഭർത്താവ് എങ്ങനെയൊക്കെ സംസ്കാര സമ്പന്നനാവണോ, എങ്ങനെയൊക്കെ സ്നേഹം കൊടുക്കണോ അതെല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാ ഉത്തരവാദിത്തങ്ങളും അത് അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. മകളെ പഠിപ്പിക്കാനുള്ള സർവ്വ ഉത്തരവാദിത്വവും ചെയ്തിട്ടുണ്ട്. വിവാഹം അറിയിക്കാൻ കഴിഞ്ഞില്ല, മകളുടെ പ്രസവത്തിന് കാശ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 12 വർഷമായിട്ട് കാര്യമായോ അല്ലെ? 12 വർഷമായിട്ട് ഒരു വീടുമില്ല. അപ്പൊ അതുകൊണ്ട് അബ്ദുള്ള ഹമൂദിനെ കണ്ടെത്താനുള്ള ചുമതല നമ്മളിലുണ്ട്. വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാ പോകുന്നത്. ജാബറിനെ പോലുള്ള വളരെ പരിചിതമായ ഒമാനിലെ ഒട്ടേറെ അറബികളെയും അതുപോലെ തന്നെ എല്ലാ വിഭാഗങ്ങളുമായിട്ട് ബന്ധമുള്ള ആളുകൾ ധാരാളം നമ്മളെ പ്രവർത്തകരായിട്ടുണ്ട്. അപ്പൊ അബ്ദുള്ള ഹമൂദിനെ കണ്ടെത്തുക എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അബ്ദുള്ള ഹമൂദിനോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഭാര്യയും മകളും പേരക്കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബമാണ് എന്റെ മുന്നിൽ വന്നിരിക്കുന്നത്. അബ്ദുള്ള ഹമൂദിനെ സംബന്ധിച്ചിടത്തോളം ഒരു സൗഭാഗ്യമാണ് ഇത് കാണുക എന്നുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹം കാണുകയും അദ്ദേഹത്തിന്റെ മനസ്സ് മാറുകയും ഇവരെ കാണണമെന്ന ആഗ്രഹമുണ്ടാകുകയും ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. അബ്ദുള്ള ഹമൂദ് തീർച്ചയായിട്ടും ഈ കുട്ടികളെ വന്ന് കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ ഹോപ്പ് Abdullah will see this family immediately and they are waiting for you, Sayyid Abdullah.